കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിൽ കടുവ കുടുങ്ങി. പന്ന്യാമലയിലെ കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത്. മണത്തണ സെഷൻ ഫോറസ്റ്റിന് കീഴിലുള്ള വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എങ്ങനെയാണ് ഈ കടുവ അവിടെ കുടുങ്ങിയത്? ഫരിഷ, വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് പന്ന്യാമല. കൊട്ടിയൂർ പഞ്ചായത്തിലാണ് ഈ പ്രദേശം. നേരത്തെയും ഇവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലമാണ്. മുൻപ് ഒരു വളർത്തുമൃഗത്തെ കടുവ ഇവിടെ വന്ന് ആക്രമിക്കുകയും മറ്റും ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷേ ജനങ്ങൾ പ്രദേശത്ത് വലിയ തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഇപ്പോൾ ഇവിടെ പന്ന്യാമലയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു കമ്പിവേലിയിൽ കടുവയെ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ മൃഗങ്ങൾ അതിക്രമിച്ച് കയറാതിരിക്കാനായി കെട്ടിയിരിക്കുന്ന മുള്ളു കമ്പിവേലിയിലാണ് ഈ ഇത്തരത്തിലൊരു കടുവ കുടുങ്ങിക്കിടക്കുന്നത്. രാവിലെ ടാപ്പിംഗ് ജോലിക്കായി പോയ തൊഴിലാളികളാണ് ഈ കടുവ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുന്നത്. അവരുടൻ തന്നെ മണത്തണ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ വിവരമറിയിക്കുകയും അവിടെ നിന്ന് വനപാലകർ സ്ഥലത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ അവിടത്തേക്കുള്ള ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. കാരണം ഏത് സമയത്തും കടുവ ഈ വേലിയിൽ നിന്ന് ഒരുപക്ഷെ പുറത്തു ചാടാനുള്ള സാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലങ്ങൾക്ക് അതിർത്തി കെട്ടുന്ന മുള്ളു കമ്പിവേലിയാണ്. ആ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിക്കിടക്കുന്നത്. ഒരുപക്ഷെ ആളുകളെ കാണുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആളുകളെ കാണുന്ന സമയത്ത് കടുവ വലിയ തോതിൽ പ്രകോപിതനാവുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ തിരികെ ഭയന്ന് ഓടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിലുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസും വനപാലകരും അവിടെ എത്തി ആ ഭാഗത്തേക്കുള്ള മുഴുവൻ റോഡുകളും പൂർണ്ണമായും അടച്ചിരിക്കുന്നു. സുനിൽ, തീർച്ചയായും ജാഗ്രതയിൽ തന്നെയാണ് ഈ കടുവ പുറത്തേക്ക് വരാനും, അതായത് ഈ നാട്ടുകാർ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ സുനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, വനപാലകർ സ്ഥലത്തുണ്ട്. ഇനി എന്തായിരിക്കും നടപടി? ഈ കടുവയെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാനാണ് ആലോചിക്കുന്നത്? ഇതിൽ നിലവിലുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വിദഗ്ധർ വന്നാൽ മാത്രമേ ഈ കടുവയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷെ മാനന്തവാടിയിൽ മറ്റൊരു ടാസ്ക് അവിടെ നടക്കുകയാണ്. അവിടെ മോഴയാനയെ പിടികൂടാനുള്ള ശ്രമം നടക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായും വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണമായും എന്ന് നമുക്ക് പറയാം ഈ ദൗത്യത്തിന് പിന്നാലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അവൈലബിലിറ്റി, എത്രത്തോളം ആളുകളെ അവിടെ നിന്ന് ലഭ്യമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും വയനാട് DFO അടക്കമുള്ള ആളുകളുമായി കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ചർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ റേഞ്ചർ അടക്കമുള്ള ആളുകൾ അവിടേക്കുണ്ട്. കണ്ണൂർ DFO നിലവിൽ അവിടേക്ക് ഈ സ്ഥലത്തേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടത്തേക്ക് ജനങ്ങളെ പൂർണ്ണമായും എത്താതെ നോക്കുക, അവരെ തടയുക. അങ്ങനെ അവിടെ ഒരു ചെറിയ റോഡ് കൂടിയാണ്, ടാറിംഗ് റോഡാണ്. ആ റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അവിടുത്തെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളോട് അവിടേക്ക് ഈ കടുവയെ കാണുന്നതിനായി അവിടേക്ക് വരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മാനന്തവാടിയിൽ നിന്നൊരു മയക്കുവെടി വിദഗ്ധൻ വന്ന് കടുവയെ വെടിവെക്കുക എന്നതാണ് അടുത്ത മുന്നിലുള്ള വഴി. കടുവയെ ഇപ്പോൾ ജീവനുള്ള കടുവയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മയക്കുവെടി വെച്ച് എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് ഇനി മുന്നിലുള്ള ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് എത്രത്തോളം ഒരു നിലവിൽ ഞാൻ പറഞ്ഞു, വയനാട്ടിൽ ഏതാണ്ട് 3 ദിവസത്തോളമായി വയനാട്ടിൽ ഈ ആനയുടെ പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ വെറ്റിനറി സർജന്മാരടക്കമുള്ള ആളുകൾ. സ്വാഭാവികമായും അവിടുത്തെ ഒരു അവൈലബിലിറ്റി നോക്കേണ്ടതുണ്ട്. എന്തായാലും മയക്കുവെടി വിദഗ്ധർ വരിക, മയക്കുവെടി വെച്ച് കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഒരുക്കങ്ങളാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളാണ്, കൂടിയാലോചനകളാണ് ഇപ്പോൾ വനം വകുപ്പ് എടുത്തിട്ടുള്ളത്. കണ്ണൂർ കൊട്ടിയൂർ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിയത്. എന്തായാലും വനപാലകരെല്ലാം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ജീവനുള്ള കടുവയാണ്, അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കണം, സുനിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ ഉള്ളത്. അപ്പോൾ കൂടുതൽ പേരും അവിടെയാണ്. എപ്പോഴായിരിക്കും അവിടെ നിന്ന് ഒരു മയക്കുവെടി വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അതുവരെ എങ്ങനെയായിരിക്കും ഈ പ്രദേശത്തെ കൊട്ടിയൂരിലെ സാഹചര്യം എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. സുനിൽ ഐസക് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.